كذب بالصدق إذ جاء أليس في جهنم مثوى للكافرين والذي جاء بالصدق وصدق به أولئك هم المتقون لهم ما يشاءون عند ربهم ذلك جزاء المحسنين ليكفر الله عنهم أسوأ الذي عملوا ويجزيهم أجرهم بأحسن الذي كانوا يعملون أليس الله بكاف عبده ويخوفونك بالذين من دونه ومن يضلل الله فما له من هاد ومن يهد الله فما له من مضل أليس الله بعزيز ذي انتقام ولئن سألتهم من خلق السماوات والأرض ليقولن الله قل أفرأيتم ما تدعون من دون الله إن أرادني الله بضر هل هن كاشفات ضري أو أرادني برحمة هل هن ممسكات رحمتي قل حسبي الله عليه يتوكل المتوكلون قل يا قوم اعملوا على مكانتكم إني عامل فسوف تعلمون من يأتيه عذاب يخزيه ويحل عليه عذاب مقيم إنا أنزلنا عليك الكتاب للناس بالحق فمن اهتدى فلنفسه ومن ضل فإنما يضل عليها وما
മരണസമയത്ത് ആത്മാവുകളെ പിടിച്ചെടുക്കുന്നത്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലത്തി ലം തമുത് ഫീ മനാമിഹ. മരിക്കാത്തവരുടേത് ഉറക്കിന്റെ സമയത്തും അവൻ പിടിച്ചെടുക്കുന്നു. യുംസികുല്ലത്തി ഖളാ അലൈഹിൽ മൗത്ത്. ആരിലൊക്കെ മരണം വിധിച്ചുവോ അവനിൽ പൂർണ്ണമായും അത് പിടിച്ചു വെക്കുകയും യുർസിൽ ഉഖ്റാ മറ്റുള്ളവയെ അവൻ അയക്കുന്നു. ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത അവധിയിലേക്ക് അവൻ തിരിച്ചയക്കുകയും ചെയ്യും. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലെമ്പാടും ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പൊ ചിന്തിക്കുന്ന ആളുകൾക്കുള്ള ദൃഷ്ടാന്തങ്ങൾ എന്താണ് എന്നതാണ് ഇപ്പൊ നമ്മൾ ഏതാനും ക്ലാസ്സുകളിലായി പറഞ്ഞു വന്നത്. ഒരുപാട് ആയത്തുകൾ ഈ ആയത്തിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ആയത്തുകൾ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളൊക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇപ്പൊ നമ്മൾ ഈ ആയത്ത്, ഓരോ ആയത്തും സഹാബത്ത് നടപ്പിൽ വരുത്തുന്ന ഒരു രീതിയുണ്ട്. നടപ്പിൽ വരുന്ന ഓരോ ആയത്തും അവരെ അമലാക്കും. ഒരു ഖുർആനിലെ ഓരോ ആയത്തും നമുക്ക് അമലാക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അവിടെയൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ, എന്നാൽ അമലാക്കുക എന്ന് പറഞ്ഞാൽ അതിലുള്ളതാണ് ഖുർആനിലെ ആയത്ത്. നമ്മളെ വെറുതെ ഓടി പോകാൻ മാത്രമുള്ളതല്ല. അത് എല്ലാവർക്കും അല്ല, എല്ലാവർക്കും അല്ല. അപ്പൊ മക്കളില്ലാത്ത ആൾക്കാർക്ക് മക്കളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അവർക്ക് ബാധകമല്ല. അപ്പൊ മക്കളെങ്ങനെ വളർത്തണം ഖുർആനിലുണ്ടല്ലോ. മക്കളെങ്ങനെ വളർത്തണം, മക്കൾ ആരാണ്, പിന്നെ മക്കളോടുള്ള മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം എന്താണ് എന്നൊക്കെ ഉണ്ട്. അപ്പൊ മക്കളില്ലാത്ത ഒരാൾക്ക് അത് ബാധകമല്ല. അതേപോലെ തന്നെ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ സക്കാത്ത് എങ്ങനെ കൊടുക്കണം, മാർക്ക് കൊടുക്കണം, എത്ര കൊടുക്കണം എന്നുണ്ട്. സക്കാത്ത് കൊടുക്കാൻ പിന്നെ അതിന് ബാധകമില്ലാത്ത ഒരാൾക്ക് ആ നിയമം എല്ലാം ബാധകമല്ല. അപ്പൊ ഓരോ ആളുകൾക്കും എന്താണോ അവർക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളത് ആ കാര്യങ്ങൾ കൃത്യമായി അമലാക്കണം. എന്നാൽ എല്ലാവർക്കും ഒരുപോലെയുള്ള കുറേ കാര്യങ്ങൾ കൂടാനുണ്ട്. അത് പണക്കാരനോ പണിക്കാരനോ മുതലാളിക്കോ തൊഴിലാളിക്കോ പാവപ്പെട്ടവനോ പണക്കാരനോ എല്ലാവർക്കും ഒരേപോലെ പ്രാവർത്തികമാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണത് നമ്മൾ അമലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ 42-ാമത്തെ ആയത്ത്. മനസ്സിലായില്ലേ? എല്ലാവർക്കും ഒരുപോലെ ജീവിതത്തിൽ അമലാക്കേണ്ട പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ് ഈ 42-ാമത്തെ ആയത്ത്. കാരണം എന്താണ്? മരണം എന്നത് ഈ ആയത്തിന്റെ സബ്ജക്റ്റ് അതാണല്ലോ. അപ്പൊ അതെല്ലാവർക്കും ഉള്ളതാണ്. ഏത് പണക്കാരനും ഏത് കോടീശ്വരനും ഏത് പിന്നെ രാജാവിനും ഏത് പ്രജക്കും ഒക്കെ മരണം അതിന് കൃത്യമായ സമയത്ത് നടക്കും. കാരണം അതന്നെയാണ് ഖുർആനിലെ അങ്ങനെ തന്നെ പറയുന്നത്. അടച്ച് കൂട്ടപ്പെട്ട ഒരു കോട്ടക്കുള്ളിലാണെങ്കിൽ പോലും മരണം നിന്നെ തേടിയെത്തുന്നു ഖുർആൻ പറഞ്ഞില്ലേ. അപ്പൊ കോട്ട എന്ന് പറഞ്ഞാൽ കോട്ട എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിന്റെ രാജാവിന്റെ കൊട്ടാരത്തിന് ചുറ്റുമുള്ള പിന്നെ വലിയ പിന്നെ കെട്ടിനാണെന്ന് പറയാ കോട്ട എന്ന് പറയാ. അത് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ശത്രുക്കള് കടന്നു കയറാതിരിക്കാൻ വേണ്ടി അതിന്റെ ചുറ്റും കെട്ടുന്ന വലിയ മതിൽക്കെട്ടുകളാണ് എന്ത് കോട്ട എന്ന് പറയുന്നത്. അപ്പൊ ഒരു അങ്ങനെ അടച്ചുപൂട്ടപ്പെട്ട ഭദ്രമായ ഒരു കോട്ടക്കുള്ളിലാണെങ്കിൽ പോലും മരണം നിന്നെ തേടിയെത്തുന്ന പറഞ്ഞാല് നമ്മൾ ആരായിട്ട് കാര്യമില്ല. മരണം അള്ളാഹു വിധിച്ചിട്ടുണ്ട്. ആ സമയത്ത് കൃത്യമായി നടക്കും. അത് എങ്ങനെ നമ്മൾ ഇനി എന്തൊരുക്കങ്ങൾ നടത്തിയിട്ടും കാര്യമില്ല. മരിക്കേണ്ടത് അങ്ങനെ തന്നെ കൃത്യമായി ആ സമയത്ത് സംഭവിച്ചിരിക്കും. ഇന്ന് നമ്മൾ കാണുന്ന വാർത്തകളും കേൾക്കുന്ന വാർത്തകളും അതൊന്നും ആവർത്തിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ആ കൃത്യമായ സമയത്ത് ആ രൂപത്തിൽ നടക്കും. അപ്പൊ നമ്മള് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെ നിങ്ങള് മരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ഒരു നല്ല മരണം കൊതിക്കുക, ഒരു നല്ല മരണം ആഗ്രഹിക്കുക. പക്ഷെ അള്ളാഹു നമുക്ക് വിധിച്ചത് ഏത് മരണമാണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഏത് മരണമാണെങ്കിലും അത് നമുക്ക് ഹൈറാകണം. താമസം ജീവിച്ചാൽ മതി. ഏത് മരണം എങ്ങനെ നമ്മൾ മരിച്ചാലും ആ സമയം നമുക്ക് ഹൈറാകണം. അതാണ് ഇപ്പൊ വിമാനത്തില് പോയി വിമാനം കത്തി പിന്നെ കരിഞ്ഞ ഒരു മയ്യത്താണ് നമ്മുടേതെങ്കിൽ
അല്ലെ? വാപ്പാനെ എവിടുന്ന് കണ്ടാലും മക്കൾ തിരിച്ചറിയും, മക്കളെ എവിടുന്ന് കണ്ടാലും വാപ്പ തിരിച്ചറിയും. ഇപ്പം വാപ്പ ആണോ മക്കളാണോ എന്ന് തിരിച്ചറിയാൻ DNA ടെസ്റ്റ് നടത്താനാണ് പോകുന്നത് അല്ലെ? ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോ നമ്മള് ഒരു മയ്യത്തുപുറം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായാൽ പോലും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അള്ള പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് പ്രകാരമാണെങ്കിൽ നമ്മളെ മരണം എന്തായിരിക്കും? നല്ല മരണം തന്നെ ആയിരിക്കും. കത്തിക്കരിഞ്ഞ മരണമാണെങ്കിൽ ശരിയായിരിക്കും പോലും മരിക്കുന്നത് എങ്ങനെയായിരിക്കും? നല്ല മരണമായിരിക്കും. കാരണം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. യാത്ര പുറപ്പെടുമ്പോൾ യാത്രയുടെ പ്രാർത്ഥനകളും പതിക്കാലുകളൊക്കെ ഉണ്ടാവണം. അതൊക്കെ പഠിപ്പിച്ചെന്ന് അതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കത് കൂടുതൽ ബോധ്യപ്പെടും. വലിയ മോചിതത്തായിട്ട് അമാനുഷികതയായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവിടെയൊക്കെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പൊ റസൂൽ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുക അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദിമി വമിനൽ തറദ്ദി വമിനൽ ഗറഖി വൽ ഹറഖി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ചില 15 ടൈപ്പ് മരണമാണ്. കാവൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദിമി, കെട്ടിടം തകർന്നു മരിക്കുക. അല്ലാഹുവേ ഞങ്ങളോട് കാവൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദിമി. ഇപ്പോൾ പ്രാർത്ഥിക്കണം. വലിയ ഫ്ലാറ്റുകൾ കെട്ടിടങ്ങളൊക്കെ താമസിക്കുന്ന ആളുകൾ അത് തകർന്ന് ഇവിടെ മരിക്കുക. അത് ഫ്ലൈറ്റ് പിന്നെ മെഡിക്കൽ കോളേജിന്റെ പിന്നെ മെസ്സിന്റെ മേലെ വീണു. അതുപോലെ പോലും എത്ര വിമാനങ്ങൾ ആകാശത്തിന്റെ മേലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വീണിട്ട് ആ വായിലേക്ക് കൊണ്ടുപോയ ഭക്ഷണം വായിലേക്ക് എത്തിയിട്ടില്ല. അത് ഭക്ഷണ തീരുമാനമാണ്. ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കൈകൊണ്ട് വാരിയ ഭക്ഷണം ഈ ഇതിനടക്കം എത്ര സ്ഥലമുള്ളത് അതെ, അതവിടെ എത്തിയിട്ടില്ല. അത് എത്തൂല എന്നുള്ള ഭക്ഷണ തീരുമാനമാണ്. അതാണ് നടക്കും, അത് കൃത്യമാണ്. അപ്പോ എങ്ങനെയാണ് നമ്മളൊന്നും സുരക്ഷിതരല്ല. ഒരു ടെറസിന്റെ ഒരു ബിൽഡിങ്ങിലൂടെ കിടക്കുന്നുണ്ടെങ്കിൽ അതെന്താവും അറിയില്ല. പ്രാർത്ഥിക്കണം, കെട്ടിടങ്ങൾ തകർന്ന് വീണ് മരിക്കുക. തഹദ്ദി, ഉയരത്തിൽ നിന്ന് വീണ് മരിക്കുക. മരന്റെ മേലെന്ന് ടൂർ പോയതാണ്, വെള്ളച്ചാട്ടം കാണാൻ പോയതാണ്, മരന്റെ മേലെ കയറിയതാണ്, അതിന്റെ മേലെന്ന് ഉരുണ്ട് വീണ് മരിച്ചു. മരത്തിന്റെ മേലെന്ന് മരത്തിന് മുകളിൽ കയറി അവിടുന്ന് മരിക്കുക. അതാണ് തഹദ്ദി, ഉയർന്ന് വീണ് മരിക്കുക. തറദ്ദി എന്നാണ് ഉയർന്ന് വീണ് മരിക്കുക. പിന്നെന്താണ്? മുങ്ങി മരിക്കുക. കടലിൽ പോയി വെള്ളത്തിലൊക്കെ പോയിട്ട് മുങ്ങി മരിക്കുക. നീന്താൻ പോയതാണ്, കുളിക്കാൻ പോയതാണ്, ഒഴുക്കപ്പെട്ടുപോയി, അങ്ങനെ വെള്ളം കുടിച്ച് അങ്ങനെ മുങ്ങി മരിക്കുക. അങ്ങനെ ഉറക്കി കത്തി മരിക്കുക, വെന്തു മരിക്കുക. ഉറക്കെന്ന് പറഞ്ഞാൽ മുങ്ങി മരിക്കണം. ഹറക്ക് എന്ന് പറഞ്ഞാൽ കത്തി മരിക്കുക. കത്തി മരിക്കുക പറഞ്ഞാൽ ശരീരം ആകെ വെന്തിട്ട് അത് ഗ്യാസ് കൂടി തെറിച്ചാവാം, അല്ലെങ്കിൽ വിമാനം പറ്റുന്ന തീ പിടിച്ചിട്ടാകാം, അല്ലെങ്കിൽ വീട്ടിലുള്ളിൽ തീ പിടിച്ചാകാം. അങ്ങനെ വെന്ത് മരിക്കുക, പൊള്ളലേറ്റ് മരിക്കുക. അള്ളാഹുവിനോട് കാവലെ ചോദിക്കുന്നു. പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ് അങ്ങനെ ആർക്കി വലഹാക്കി ഒരഹം. പിന്നെ അതിലൊക്കപ്പുറമാണ് അങ്ങേയറ്റത്തെ വാർദ്ധക്യം. അത് ഭയങ്കരമാണ്. എന്നാല് പിന്നെ നോക്കാനാണില്ലാതെ മക്കൾ പോലും പഠിച്ചു പറയുന്ന ഒരു അങ്ങനെയുള്ളൊരു മരണം അങ്ങനല്ലോ. ഈ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിലതൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോഴും കേൾക്കുമ്പോഴും എന്നാൽ ഇത് പിന്നെ എത്രയോ ഏക്കറക്കണക്കിന് ഭൂമിയുള്ള ഒരു വലിയ ഒരു സമ്പന്നനായ തലമുറകൾക്ക് ജീവിക്കാൻ ആസ്തിയുള്ള ഒരു മനുഷ്യൻ, അയാൾ ജീവിച്ച് അയാൾ ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഒരുപാട് സ്വത്തിന്റെ ആളായിരോ മക്കളൊക്കെ അയാൾക്ക് വളരെ ഉയർന്ന പൊസിഷനിലാണ്. പല സ്ഥലത്ത് പല നാടുകളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ ബിസിനസ്സുകളുടെ ആൾക്കാരൊക്കെയാണ്, വലിയ തിരക്കുള്ള ആൾക്കാരാണ്. അവരൊക്കെ അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. ദിവസങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ കാണണമെങ്കിൽ വരെ അങ്ങനത്തെ ആൾക്കാർ. ഓർക്കൊക്കെ ഒരു വയസ്സായ വാപ്പിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ വാപ്പാക്ക് സുഖമില്ല, ആശുപത്രിയിൽ പ്രായമായ ആളാണ്. അങ്ങനെ എന്നോ ഇടക്കിടക്ക് അങ്ങനെ ആശുപത്രി കൊണ്ടുപോകും, പിന്നെ വീട്ടുകാരെ കൊണ്ടുപോകും. വിവരങ്ങൾ അന്വേഷിക്കും. അവസാനം സീരിയസ് ആയി. അപ്പം ഡോക്ടർ പറഞ്ഞ് അറിയിക്കണ്ടോ അറിയിച്ചാടി എന്ന് പറഞ്ഞ് അങ്ങനെ മെസ്സേജ് പാസ് ചെയ്ത് എല്ലാവരും വന്ന്, വിദേശത്തുള്ളവരൊക്കെ കൂടി വന്ന് എല്ലാവരും വന്ന് ഒക്കെ തിരക്കുള്ളവരാണ് വന്ന്. പിന്നെ പക്ഷെ പഠിച്ച നിശ്ചയ സമയമാവണേ മരിക്കണമെങ്കിൽ. ഇവരിങ്ങനെ എല്ലാവരും ഓടി വന്ന് ഒരു തിരക്കുണ്ട്, മക്കൾക്ക് തിരക്കുണ്ട് വെച്ചിട്ട് പാപ്പ അത്ര വയസ്സാലും മരിക്കണം പഠിച്ച ടൈം നിശ്ചയിക്കണ്ടേ. ഇവര് വന്ന് അങ്ങനെ നിന്ന് പിന്നെ രാവിലെ വൈകുന്നേരം ഒന്ന് മരിക്കും വിചാരിച്ചു. ശരിയാ, ദിവസങ്ങളെ കഴിഞ്ഞ്, ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ്, ദിവസങ്ങളങ്ങനെ കഴിയാണ്. അപ്പൊ ഇവർക്കൊക്കെ തിരക്ക് കൂടുതൽ തുടങ്ങി. കൂടുതൽ വലിയ വലിയ ആൾക്കാരാണ്. തിരക്ക് കൂടുതൽ തുടങ്ങി. കാരണം കാത്തിക്കാൻ വയ്യ, കാത്തു നിൽക്കാൻ സമയമില്ല. കാരണം എന്താ, ഇവരൊക്കെ ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ്. മരിക്കാൻ കിടക്കുന്നത് ആരാ? സ്വന്തം വാപ്പയാണ്. അവസാനം പിന്നെ അവർക്ക് തിരക്കായി. പിന്നെ ഇനിയിപ്പോ ഒരു മരിക്കണ വരെ കാത്തിക്കാൻ
അപ്പൊ മരിക്കണവരെ കാത്തിക്കാൻ ടൈമില്ല, പോവാണ്. അപ്പോ ഇത് ഉള്ളിലൊരു ബോധം, അങ്ങനെ അധികം ആളുകൾക്കും അങ്ങനെയാണ്, ഉള്ളിൽ ബോധം ഉണ്ടാവും. പക്ഷേ ഈ മരണാസന്നരായി കിടക്കുന്ന പല ആൾക്കാരും, പ്രായമായ ആൾക്കാരൊക്കെ നമ്മളൊന്ന് നോക്കേണ്ടി. ഒരു മുണ്ടിയിട്ട് കുറച്ച് ദിവസമായി, ഇപ്പൊ ട്യൂബിൽ കൂടെ വെള്ളം കൊടുക്കണത്, ട്യൂബിൽ കൂടെ ഭക്ഷണം കൊടുക്കണത്, പിന്നെ അങ്ങനെ കിടക്കലോടെ കുറെ ദിവസമായി. പക്ഷെ ആള് ജീവനുണ്ട്, ജീവൻ പോയിട്ടില്ല, മനസ്സിലായിട്ട് കിടക്കുകയാണ്. അപ്പൊ അവരൊക്കെ അങ്ങനെ കാത്തുണ്ട്. ഇവര് എന്തായാലും ഇപ്പൊ 2 ദിവസം, ഇവര് എന്താ ഒരാഴ്ച, അങ്ങനെയൊക്കെ ഒരു നമ്മളൊക്കെ ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുന്ന ഒരു കെട്ടുണ്ട്. അതൊന്നുമില്ല, അള്ളാഹുവിനൊക്കെ കാത്തുരക്ഷിക്കല്ല. നമ്മളിങ്ങനെ കണക്ക് കൂട്ടുകയാണ്. ഈ കണക്ക് കൂട്ടുന്നത് ആരാന്നറിയാം? നമ്മുടെ സ്വന്തം മക്കള്. നമ്മളാണ് ഈ വയസ്സായി കിടക്കണത്, അങ്ങനെ കണക്കാക്കി കളി. നമ്മളാണ് ഈ കിടക്കണത്. അപ്പോ ബോധമില്ല. നമുക്ക് പിന്നെ സംസാരിക്കാൻ വരുന്നവര് സലാം പറയുന്നുണ്ട്, സലാം അടക്കാൻ നമ്മൾ അത് കൊണ്ടൂല. പാപ്പാ വിളിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല. പക്ഷെ ഉള്ളിൽ എന്തുണ്ടാവും? ചിലപ്പോ അറിയുന്നുണ്ടാവും വരുന്നതും, അവര് മക്കള് വരുന്നതും സംസാരിക്കണമൊക്കെ അറിയണം. പക്ഷെ പുറത്തേക്ക് പ്രതികരിക്കാൻ കഴിയാത്തൊരു അവസ്ഥ ഉണ്ട്. അങ്ങനെ കിടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. എല്ലാം അറിയും. പഴമക്കാര് പറഞ്ഞിട്ടില്ലേ, ആളെല്ലാം അറിയുന്നുണ്ട്. പഴയ ആൾക്കാർ പറയും, ഇവർക്കൊക്കെ മനസ്സിലാവും. അവര് കാരണം അത്രയും അവര് രോഗികളൊക്കെ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ച ആൾക്കാരായിരിക്കും. അവര് പറയും ആളറിയുന്നുണ്ട്, ആൾക്ക് ഉള്ളില് എന്തുണ്ട്, അങ്ങനെ പറയും, വിശാലത്തുണ്ട്, ആ ഉള്ളില് ബോധമുണ്ട്, അറിയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ കഴിയില്ല? സലാം പറഞ്ഞാൽ മടക്കാൻ കഴിയില്ല. ഈ ഗ്ലാസ് വെള്ളമാണെന്ന് ചോദിക്കാൻ പറ്റൂല. വെള്ളം വേണമെന്നുണ്ട്, ഭയങ്കരമായ കഠിനമായ ദാഹമുണ്ട്, പക്ഷെ വെള്ളം ചോദിക്കാൻ പറ്റില്ല. അവരിങ്ങനെ ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വേണമെന്ന് വെച്ചിട്ട് ആ തുണി ഇങ്ങനെ മുക്കിയിട്ട് ചുണ്ട് നനച്ചു കൊടുക്കുന്ന സമയമാണ്. ചുണ്ടിങ്ങനെ നനച്ചു, ആ ചുണ്ട് നനച്ചു കൊടുക്കുമ്പോ അങ്ങനെ വെള്ളത്തെ ഒരു കുടം വെള്ളം ഒന്നായിട്ട് വായിലേക്ക് ഒഴിച്ചാൽ പോലും ദാഹം തീരാത്ത അവസ്ഥയായിരിക്കും. അപ്പൊ വെള്ളം ചോദിക്കാൻ ഉള്ളില് ആവശ്യമുണ്ട്, പക്ഷെ ചോദിക്കാൻ കഴിയില്ല. ഇവരെപ്പോഴെങ്കിലും അത് ചുണ്ട് നനച്ചു കൊടുക്കുമ്പോ കിട്ടുന്ന വെള്ളം അങ്ങനെയൊക്കെ കിടക്കുന്ന ആൾക്കാരും. അപ്പൊ ആ ഒരു അവസ്ഥയില് ഈ തിരക്ക് പിടിക്കണ മക്കള് ഇങ്ങനെ നിന്നിട്ട്, കാരണം ഇവരിപ്പം അർജന്റ് ഡോക്ടർ പെട്ടെന്ന് വരാൻ വേണ്ടി വിവരം കൊടുത്തപ്പോ എല്ലാവരും ഓടി വന്നതാണ്. പക്ഷെ അത് മരിച്ചിട്ടുണ്ടേ, നിങ്ങളെ ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കിടക്കണ ഇവരെ കാണിക്കുന്ന തിരക്കും ഈ മക്കളുടെ പിന്നെ ഒരു ക്ഷമയില്ലായ്മയും ഒക്കെ ഈ കിടക്കുന്ന കിടപ്പില് പ്രതികരിക്കാൻ പോലും കഴിയാത്ത ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ആലോചിച്ച് നോക്കി. അതാണ് കാരണം. അത് നേരത്തെ പറഞ്ഞ വെന്ത് മരിക്കുക, ബിൽഡിങ്ങിനെ മേലെ വീണ് മരിക്കുക, ഇതിനേക്കാളൊക്കെ ഡേഞ്ചറാണ്. അതാണ് അങ്ങേയറ്റത്തെ ആ രൂപത്തിലുള്ള വാർത്തയ്ക്ക് അത് തരല്ല പഠിച്ചോണ്ടാണ്. കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കണം എന്താ അറിയാം, മനുഷ്യനെ പിന്നെ ചില സമയത്ത് അങ്ങനെയാണ് നമ്മള് ആഗ്രഹിക്കുന്നത് നമ്മളെ മക്കളെ പറ്റിയിട്ട് നല്ലത് മാത്രം കേട്ട്, നല്ലത് മാത്രം ചിന്തിച്ച്, നല്ലത് മാത്രം അറിഞ്ഞ്, അവരെ സ്നേഹം മാത്രം അനുഭവിച്ച് അങ്ങനെ ജീവിച്ചു മരിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ? മക്കളെ സ്നേഹം മാത്രം കിട്ടി മരിക്കണമെന്നല്ലേ. പക്ഷെ ചിലപ്പോ എന്താവും, ഞാനീ പറഞ്ഞ അവസ്ഥയൊക്കെ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്ന എന്തായി, അല്ലെ? അപ്പൊ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എന്താ? നമ്മളെക്കൊണ്ട് ഒരാള് ഇടങ്ങാറാകരുത്. സ്വന്തം മക്കളാണെങ്കിൽ പോലും നമ്മളിങ്ങനെ കിടന്നിട്ട് മരിച്ചു കിട്ടണില്ല, 1 ദിവസം 2 ദിവസം 4 ദിവസം, അത് 8 ദിവസം 10 ദിവസം ഇങ്ങനെ ആയിട്ട് ആ കിടത്തങ്ങനെ 1 മാസത്തോളം കിടക്കുകയാണ്. അങ്ങനെ നമ്മളെക്കൊണ്ട് ഇവരെ ഷോലൊക്കെ മുടങ്ങി, ഇവരെ ബിസിനസ്സൊക്കെ ആകതായി, ശ്രദ്ധിക്കാൻ കഴിയാതായി, അങ്ങനെ നമ്മളെക്കൊണ്ട് മക്കൾ ഇടങ്ങാറാകുന്ന, മക്കൾ പോലും ഇടങ്ങാറാകുന്ന ഒരവസ്ഥ ഉണ്ടാകല. പക്ഷെ ചിലപ്പോൾ മരിച്ചു പോകുമ്പോൾ മക്കളെ പറ്റിയൊക്കെ ഈ അസഹിഷ്ണുതയും ഈ വെറുപ്പും ഇതൊക്കെ ഇങ്ങനെ കണ്ടുകാണ്ട് നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതില്ലാതെ മരിക്കാനും കൊതിക്കുക. മനുഷ്യനങ്ങനെ ആവും. നമ്മളങ്ങനെ ആവില്ലെന്നൊന്നും ആരും വിചാരിക്കണ്ട, മനുഷ്യന്മാരങ്ങനെ ആവും. പിന്നെ ചിലതൊക്കെ ഉണ്ട്, ഒറ്റപ്പെട്ടതൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും ഇപ്പോ കഴിഞ്ഞ ദിവസം ഈ വിമാനം തകർന്നപ്പോ, അഹമ്മദാബാദിൽ തകർന്ന വിമാനത്തിന്റെ പൈലറ്റിനെ പറ്റിയിട്ട് ഒരു ന്യൂസ് വായിച്ചു ഞാൻ. അപ്പൊ ആ പൈലറ്റിനെ പറ്റിയിട്ട് പത്രത്തിൽ എഴുതിയത്, അയാളെ അമ്മ പറയുന്നത് അച്ഛന് സുഖമില്ലാതെ കിടന്നിട്ട് അച്ഛനെ പരിചരിക്കാൻ ആളില്ല. അപ്പൊ പരിചരിക്കാൻ ആളില്ലാഞ്ഞിട്ട് അദ്ദേഹം ജോലി ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചാണ്. ഈ പൈലറ്റ് എന്നുള്ള ജോലി ഉപേക്ഷിച്ചിട്ട് അച്ഛനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കഴിഞ്ഞിട്ട് ഈ ഒരു ഇതുകൂടെ കുറച്ച് കഴിഞ്ഞിട്ട് ഇത് തീർത്തിട്ട് ഈ
അച്ഛനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ജോലി ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചൊക്കെ റെഡിയാക്കി വെച്ചതാണ് പറഞ്ഞത്. അപ്പോ നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടത് അതാണ്. അങ്ങനത്തെ ഒറ്റപ്പെട്ട ആൾക്കാരുണ്ടാവും, നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ പുതിയ ഈ ജനറേഷനിൽ നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കണ്ട. മനസ്സിലായില്ലേ? അതൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കാം. പഠിച്ചോനെ അങ്ങനെ ഒന്നും അങ്ങനെ ഒരു ഇടങ്ങേറ് കണ്ടിട്ട് മരിക്കുന്ന ഒരു അവസ്ഥ തരാതെ എപ്പോഴും നമ്മളെ നമുക്ക് ഉള്ളതൊക്കെ നല്ലത് ആയിട്ട് കണ്ടിട്ട് മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. അതാണ് വളർത്തി വൽ ഹറം എന്ന് പറഞ്ഞത്. വാവുദിപ്പിക്കാൻ യഥാർത്ഥത്തിന് ഷെയ്ത്താൻ തരുമോ? മരണസമയത്ത് ഷെയ്ത്താനെ കീഴ്പ്പെടുത്തി വെച്ച് മരിക്കുക. ഷെയ്ത്താൻ കീഴ്പ്പെടുത്തി വെച്ച് വെക്കുന്ന ആത്മഹത്യ ചെയ്യുക, വിഷം കുടിക്കുക, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ഈ ഷെയ്ത്താന്റെ പ്രേരണയാൽ പല ആൾക്കാർ ജീവിതം കൊടുക്കും അവസാനം. അത് മരണം തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ അത് ഷെയ്ത്താൻ കീയൊതുക്കിയ മരണമാണ്. അങ്ങനത്തെ ഒരു മരണം തരില്ല പഠിച്ചവനെ. അതാണ് യഥാർത്ഥത്തിന് ഷെയ്ത്താൻ തരും. വാവുദിപ്പിക്കാൻ അമ്മത്തിൽ ശബീരിക്ക പൊതുവിലാണ്. അത് അള്ളാന്റെ മാർഗത്തിൽ ഖുർആന്റെ മാർഗത്തിലൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ദീനിയായിട്ടൊക്കെ ഇങ്ങനെ ജീവിച്ച് അപ്പോഴൊന്നും മരിച്ചില്ല. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ അതൊക്കെ മാറി പിന്നെ തോന്നിയമായിട്ട് ജീവിക്കുന്ന സമയത്താണ് മരിക്കുന്നത്. ഒരു ബുദ്ധിപരമായ സമയത്ത് മരിച്ചില്ല. അപ്പോ പഠിച്ചവനെ അങ്ങനെയുള്ള ഒരു മരണം തരല്ല പഠിച്ചവനെ. വാഴുതുവിക്കൽ അമ്പത്തെ ലതീയൻ, പാമ്പ് കടിച്ച് മരിക്കുക, തേള് കുത്തി മരിക്കുക, തേനീച്ചയും കടുന്നലും കുത്തിയിട്ട് മരിക്കുക, അതൊക്കെ വിഷം തീണ്ടി, ഇതൊക്കെ വിഷം അറിയാതെ വിഷം അകത്തി ഒന്ന് മരിക്കുക. അങ്ങനെയുള്ള മരണത്തിലൊന്ന് കാക്ക പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ റസൂൽ എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മരണം എന്നത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ ഈ ആയത്ത് എല്ലാവർക്കും ഉള്ള ആയത്താണ്, എല്ലാവരും അമലാക്കാനുള്ള ആയത്താണെന്നാ പറഞ്ഞത്. ശരി, അപ്പോ ഇതെങ്ങനെയാണ് സഹാബത്ത് അമലാക്കിയത്? സഹാബത്ത് അമലാക്കിയത് ഈ ആയത്ത് ഒരു പ്രാർത്ഥനയായി ചൊല്ലിക്കൊണ്ടാണ്. അപ്പൊ നമ്മുടെ പ്രത്യേക കഴിഞ്ഞ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഇത് കൊടുക്കി പൂജാർക്കാരെ വന്നു. അതില് ഒരു 3 പ്രാർത്ഥന ഉണ്ട്. നമ്മൾ പഠിക്കുന്ന ആയത്ത് പ്രാവർത്തികമാക്കി ഇതില് 3 പ്രാർത്ഥന ഉണ്ട്. ആ 3 പ്രാർത്ഥന ഇതിൽ ഒന്നാമത്തെ പ്രാർത്ഥന നോക്കി ഞാൻ അതിനൊന്ന് പറയാം. وإن أمسكت نفسي فارحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ അർത്ഥം എഴുതിയതാ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി അർത്ഥം പറയാൻ ശ്രദ്ധിക്കാം. രണ്ടാമത്തെ പ്രാർത്ഥന അർത്ഥം നമുക്ക് എഴുതാം. അപ്പൊ ശ്രദ്ധിക്കും. അല്ലാഹു ബിസ്മിക റബ്ബി, എന്റെ റബ്ബിന്റെ നാമം കൊണ്ട്, വദഅതു ജംബി, എന്റെ ഈ ഒരു ഭാഗം ഞാനിതാ ബെഡിൽ വെച്ചിരിക്കുന്നു. അപ്പൊ കിടന്നതിന് ശേഷം നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയിട്ടില്ല. നീയാണ് അതിനെ ഉയർത്തുക. നീ ഈ ഉറക്കത്തിൽ എന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ നീ അതിനോട് കരുണ കാണിക്കുകയാണ്. അതല്ല, നീ അതിനെ ഇനി രണ്ടാമത് നീ പറഞ്ഞയക്കുകയാണെങ്കിൽ നീ അതിനെ കാക്കണം. നീ നിന്റെ ഏറ്റവും നല്ല അടിമകളെ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ നീ അതിനെ കാക്കണമേ എന്നതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പൊ അത് ഒരുമിച്ച് എഴുതി കൊടുക്കണം. അർത്ഥം എഴുതിക്കോളൂ. അല്ലാഹുവേ, നീയാണ് എന്റെ രക്ഷിതാവ്. നിന്റെ നാമത്തിൽ എന്റെ ഭാവി ഞാൻ വെച്ചിരിക്കുന്നു. നിന്റെ നാമത്തിൽ എന്റെ ഭാഗം ഞാൻ വെച്ചിരിക്കുന്നു. ജമ്പ് ഈ ഭാഗം കാരണം ചെന്നാ കിടക്കേണ്ടത്. ഇത് കിടന്നതിന് ശേഷമുള്ള പ്രാർത്ഥന. നീയാണ് അതിനെ ഉയർത്തുക. അപ്പൊ ഈ ആയത്തിന്റെ ആശയാണ്. കാരണം നമ്മൾ കിടന്നു, ചെരിഞ്ഞ് കിടന്നു, ചെരിഞ്ഞ മരുന്നല്ല കിടക്കണ്ടേ, കമയുന്നല്ല കിടക്കണ്ടേ.
വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ കിടക്കണം. അതാണ് ജമ്പ് എന്ന് പറഞ്ഞത്. നമ്മൾ കിടക്കുമ്പോൾ ബെഡിൽ വെക്കേണ്ടത് ഈ ഭാഗമാണ്, വലതു ഭാഗമാണ്. അതുകൊണ്ടാണ് ബിസ്മിക റബ്ബി വദഅതു, ബിസ്മിക റബ്ബി, എന്റെ റബ്ബിന്റെ നാമം കൊണ്ട് ഞാൻ എന്റെ ഭാഗം വെച്ചിരിക്കുന്നു. അപ്പൊ ഇനി അത് ഉയർത്തുന്ന രാവിലെ ഉണരുക. അത് ഉണരണമെങ്കിൽ അപ്പൊ അള്ള ആയത്തിൽ പറഞ്ഞെന്താണ്, ആ കടത്തുന്ന ആൾക്കാർ എന്ത് ചെയ്യും, മരിച്ചു പോകുന്ന പറഞ്ഞത്. അപ്പൊ ഇനി ചില ആൾക്കാർ അള്ളാഹുത്തല എന്ത് ചെയ്യും, വീണ്ടും പറഞ്ഞയക്കും. അപ്പൊ അത് അയക്കണത് ആരാണ്? അള്ളയാണ്. അപ്പൊ ഇനി അത് ഉയർത്തുന്നത് ആരാണ്? നീയാണ്. നീ എന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ, നീ എന്റെ ആത്മാവിനെ അതിനോട് നീ കരുണ കാണിക്കണമേ, അതിനോട് നീ കരുണ കാണിക്കണം. അല്ല പറഞ്ഞില്ലേ, മരണമാരൊക്കെ വിധിച്ചുവോ അവനെ പൂർണ്ണമായി പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിനോട് നീ കരുണ കാണിക്കണം. നീ അതിനെ വീണ്ടും അയക്കുകയാണെങ്കിൽ, രണ്ടാമത് വീണ്ടും അയക്കുകയോ പറഞ്ഞില്ലേ, അതാണെങ്കിൽ വീണ്ടും അയക്കുകയാണെങ്കിൽ നീ അതിനെ കാക്കണമേ. നീ അതിനെ കാക്കണമേ. നിന്റെ നല്ല അടിമകളെ കാക്കുന്ന കൂട്ടത്തിൽ, നിന്റെ നല്ല അടിമകളെ കാക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ. നല്ല ആളുകൾക്ക് അതാണ്ട് കാവലുണ്ടാകും. അപ്പൊ അതില് ആ കൂട്ടത്തിലായിട്ട് എന്നെ നീ സംരക്ഷണം പഠിച്ചു. ശരി, ഇനി രണ്ടാമത്തെ അർത്ഥം ഞാൻ ശ്രദ്ധിക്കും. ആ അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതാം. അല്ലാഹുവേ ഇന്നക ഖലഖ്ത നഫ്സി, നീയാണ് എന്റെ ഈ ശരീരം പഠിച്ചത്. ഇതൊക്കെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ബോധപൂർവ്വം പറയേണ്ടതാണ്. ബോധപൂർവ്വം അറിഞ്ഞുകൊണ്ട് പറയാം. അല്ലാഹുമ്മ ഇന്നക, തീർച്ചയായും നീയാണ് ഖലഖ്ത നഫ്സി, എന്റെ ഈ ശരീരത്തെ സൃഷ്ടിച്ചത് നീയാണ്. എത്രയായി ഞാൻ ഈ ശരീരം വളർന്ന് വളർന്ന് നെത്തുപത്തും അലക്കത്തും മുതലത്തൊക്കെ ഇങ്ങനെ വന്ന് ഈ ശരീരം എത്ര വലുതായി ഇരിക്കുന്നതുമാരാണ് നീയാണ്. അപ്പൊ അതൊരു ബോധമാണ്. രാത്രി ഒന്നും കിടക്കുമ്പോൾ ഒരു ബോധമാണ്. അവര് മരണത്തെ കുറിച്ചുള്ള മനുഷ്യന്മാരെ തെറ്റുകളൊക്കെ ചെയ്യണമെന്നുകൊണ്ടാണ് ഈ മരിക്കണം എന്നുള്ള ചിന്ത മറക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് അത് ഉള്ളില് അത് ശരിക്കാണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് മനുഷ്യൻ തിന്മകൾ ചെയ്യുന്നത്, നന്മകൾ ചെയ്യാതിരിക്കണം. അപ്പൊ അത് എന്നും നമ്മളെ കൊണ്ട് രാത്രി പറയിപ്പിക്കാന്നുള്ളതാണ്. ലക മമാതുഹ വമഹ്യാഹ, ഈ എന്റെ ഈ ശരീരത്തിന്റെ ജീവിതവും മരണവും ഒക്കെ നിന്റെ അധീനത്തിലാണ്. പടച്ചോനെ, ഇത് ജീവിക്കുകയാണെങ്കിലും അത് മരിക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ പിന്നെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? അള്ളാന്റെ കയ്യിലാണ്. അപ്പൊ ഞാൻ രാവിലെ രാത്രി നീക്കുമ്പോൾ ഉഷാറിട്ടാൻ വേണ്ടി മരുന്ന് കുറിച്ച് കിടന്നിട്ടൊന്നും കാര്യമില്ല. രാവിലെ നല്ല ഒരു ഉന്മേഷത്തോടു കൂടി ഉണരാൻ നിങ്ങൾ കിടക്കുമ്പോൾ ഇന്ന മരുന്ന് കുടിക്കുക, അല്ലെങ്കിൽ ഇന്ന ഗുളിക കുടിക്കുക, അല്ലെങ്കിൽ രാവിലെ കാര്യമായിട്ട് ഇന്ന കുടിക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യം ചെയ്തിട്ടൊക്കെ കൺട്രോൾ ആരെയിലാണ്? അള്ളാന്റെ കയ്യിലാണ്. മനസ്സിലായില്ലേ? നമ്മള് നിന്റെ ജീവിതവും ഇതിന്റെ മരണവും പഠിച്ചവരെ നിന്റെ അധീനത്തിലാണ്. ഈ നഹിയായി തഹാഫുക, ജീവിപ്പിക്കുകയാണെങ്കിൽ നീ കാത്തു പഠിച്ചത്. എപ്പോഴും തയ്യാറായിട്ടുള്ള ഒരു ഇതാണ്. നീ ജീവിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ഈ മക്കളും കുട്ടികളും കച്ചവടം ബിസിനസ്സും ഒക്കെ ഞാൻ ജീവിക്കുന്നത് നീ തന്നോണ്ടാണ്. അങ്ങനെ ജീവിപ്പിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ അതിനെ കാക്കണം, സംരക്ഷിക്കണം. പഠിച്ചവരെ ദുരന്തങ്ങളും അപകടങ്ങളും തിന്മകളും തെറ്റുകളും അതിക്കൊന്നും പോകാതെ കാക്കണം. പഠിച്ചവരെ വൈനമത്തഹ, അതല്ല എന്നെ മരിപ്പിക്കാനാണ് നീ തീരുമാനിക്കണതെങ്കിൽ പുറത്തോടെ പഠിച്ചു. മരിക്കുകയാണെങ്കിൽ പുറത്ത് തന്നെ പഠിച്ചു. അല്ലാതെ എന്തില്ല, എന്നെ മരിപ്പിക്കരുതേ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അതേലെ ജീവിപ്പിക്കുകയാണെങ്കിൽ പഠിച്ചോനെ നീ എന്നെ ജീവിപ്പിക്ക്. മരിപ്പിക്കുകയാണെങ്കിൽ പൊറുക്കെല്ലാം കിട്ടി പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടുള്ള ഒരു മരണം കണ്ട പഠിച്ചോനെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ, നിന്നോട് ഞാൻ ആഫിയത്തിനെ ചോദിക്കുന്നു. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മകൾ ചെയ്യാനുള്ള ശാരീരിക സൗഖ്യം.
നന്മകൾ ചെയ്യാനുള്ള ശാരീരിക മാനസിക സൗഖ്യമാണെന്ത്? ആഫിയത്ത്. അത് ചെയ്യാൻ ആ ആഫിയത്തിന് വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുന്നു. മൂന്നാമത്തത് ഇനി രണ്ടെണ്ണത്തിന്റെ അർത്ഥം അടുത്ത ക്ലാസ് നമുക്ക് ഒരുമിച്ച് ചെയ്താൽ അർത്ഥം മനസ്സിലാക്കിച്ചാൽ മതി. അടുത്തത് അള്ളാഹുവേ ഒരു പ്രാർത്ഥന കൂടി രാത്രി കിടക്കുക. ഇനി എന്നെ നീ കാക്കണമേ, അദാബക്ക നിന്റെ ശിക്ഷയിൽ നിന്നെ കാക്കണമേ, നിന്റെ അടിമകളെ നീ ഉയർത്തിയെന്നേൽപ്പിക്കുന്ന ദിവസം, നിന്റെ അടിമകളെ നീ ഉയർത്തിയെന്നേൽപ്പിക്കുന്ന ദിവസം പടച്ചോനെ നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ നീ കാക്കണം പടച്ചോനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് രാത്രി നമ്മൾ ഉറങ്ങേണ്ടത്. അപ്പൊ ഈ 3 പ്രാർത്ഥനയും നമ്മുടെ ഈ ആയത്തിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ 2 പ്രാർത്ഥന നമുക്ക് അടുത്ത ക്ലാസ് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ള അവസരങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ദുനിയാവിലെ അവസരങ്ങൾ വളരെ കുറവാണ്. നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് ഇനി ഇന്ന് അനാഥകളുടെ ക്ലാസ് ഉണ്ട്, MMA ക്ലാസ് ഉണ്ട്, പിന്നെ അയാളുടെ ക്ലാസ് ഉണ്ട്. പരമാവധി പങ്കെടുക്കാൻ പറ്റിയ ആളുകളൊക്കെ ക്ലാസ്സുകളിലൊക്കെ പരമാവധി പങ്കെടുക്കുക, കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെ ഈ ആയത്തൊക്കെ നമുക്ക് നൽകുന്ന സന്ദേശമാണ്. മനസ്സിലായില്ലേ? അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ് ബുദ്ധിമാന്മാർ. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക, നന്മകൾ മുന്നേറാനുള്ള പരിശ്രമങ്ങൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെയുള്ള ഈമാനികമായ ശക്തിയും തൗഫീഖും നൽകി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ അല്ലാഹു റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സ്വാലിഹ് മക്കളാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജോലിയിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ വീട്ടുകളിലും എല്ലാം അല്ലാഹു നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പഠിച്ച ഈ ഓതി നമ്മൾ ഇരുന്ന ഈ സമയം അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അമലായി അല്ലാഹു കബൂൽ ചെയ്യുന്ന സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മരിക്കുന്നത് വരെ ഖുർആനിൽ പഠിതാവായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കും.